ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് സ്പെയിൻ ലോകകപ്പ് നേടിയതോടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ ഇകഴ്ത്തിക്കാട്ടാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സ്പെയിൻ കളിച്ച കളിയുടെ അടിസ്ഥാനത്തിൽ അവർ 100% ലോകകപ്പ് നേടാൻ അർഹരാണ് എന്ന കാര്യത്തിൽ അർജന്റീനയുടെ കടുത്ത ആരാധകർക്ക് പോലും സംശയം ഉണ്ടാവുകയില്ല. എന്നാൽ അതിപ്പോൾ അർജന്റീന വിരുദ്ധർ ഒറ്റക്കെട്ടായി നിന്ന് കൊട്ടിഘോഷിക്കുന്നത് പോലെ ചരിത്ര സംഭവമോ അപൂർവ നേട്ടമോ അല്ലെന്നത് പറയാതിരിക്കാൻ കഴിയുകയില്ല. എക്സ്ട്രാ ടൈമിൽ 10 പേരെ വെച്ച് കളിച്ച അർജന്റീന പ്രതിരോധത്തിലായി പോവുക സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു ഗോളിന്റെ കഷ്ടിച്ച വിജയം സ്പെയിന് നേടാനായിരിക്കുന്നത്. അവസാന 10 മിനിറ്റിൽ അർജന്റീന കളിച്ച കളി അവസാന 30 മിനിറ്റിൽ ആ ടീം കളിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നതും സോഷ്യൽ മീഡിയകളിൽ അർജന്റീന ടീമിനെയും മെസ്സിയെയും കൊത്തിപ്പറിക്കുന്നവർ ഓർക്കുന്നത് വളരെ നല്ലതാണ്. അവസാന 5 മിനിറ്റിൽ ലയണൽ മെസ്സി നൽകിയ 2 പാസുകളിൽ 1 വലയിലാക്കാൻ അർജന്റീനിയൻ താരങ്ങൾക്ക് കഴിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലോകകപ്പ് സ്പെയിനിൽ വിശ്രമിക്കുന്നത്. ഒരു പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നുവെങ്കിൽ ഈ ലോകകപ്പിൽ ഒരു ഗോൾ മാത്രം വഴങ്ങി എന്ന മേനി നടിക്കുന്ന സ്പെയിൻ ഗോൾ കീപ്പർക്ക് പോലും ആ ടീമിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്കും മനോഹരമായ സേവിംഗ് ആണ് അർജന്റീനയുടെ ഗോൾ കീപ്പർ മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. അർജന്റീനക്ക് പിഴച്ചത് അവരുടെ കോച്ചിന്റെ തന്ത്രങ്ങളിലാണ് എന്നതാണ് ഒരു വസ്തുത. അറ്റാക്കിംഗ് ഫുട്ബോൾ പുറത്തെടുക്കാതിരുന്നതും ഫൈനൽ കളിക്കാനിറങ്ങിയ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയതുമാണ് തിരിച്ചടിയായിരിക്കുന്നത്. അതുകൊണ്ട് അർജന്റീന തീർന്നു എന്ന് കരുതി ആഹ്ലാദിക്കുന്നവർ ഈ യാഥാർത്ഥ്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ ഫുട്ബോൾ ലോകത്ത് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അതാണ് അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. അദ്ദേഹവുമായി താരതമ്യപ്പെടുത്താൻ ഇനി കളിക്കളത്തിൽ ആരും തന്നെയില്ല, ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അത്തരമൊരു അത്ഭുത പിറവിയാണ് മെസ്സിയുടേത്. എല്ലാ പുരസ്കാരങ്ങളും ഇതിനകം തന്നെ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും അധികം ജനങ്ങളുടെ ആദരം പിടിച്ചുപറ്റിയ താരം കൂടിയാണ് മെസ്സി. ആ മെസ്സി കുളിപ്പിച്ചതുകൊണ്ടോ മെസ്സിയോടൊപ്പം ഫോട്ടോ എടുത്തതുകൊണ്ടോ ഒരു താരത്തിനും മെസ്സി ആകാൻ കഴിയുകയില്ല. സ്പെയിൻ താരം ലാമിൻ യമാൽ എന്ന 19-കാരനെ എന്ത് കണ്ടിട്ടാണ് ഇത്രയധികം അർജന്റീന വിരുദ്ധർ ആഘോഷിക്കുന്നത് എന്നതും നമ്മൾ സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രധാന കാരണം പലസ്തീന അനുകൂലമായി മുസ്ലിം മതവിശ്വാസിയായ യമാൽ എടുത്ത അനുകൂല നിലപാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പിന്തുണയ്ക്കുന്നത് ആരോഗ്യകരമായ ഒരു രീതിയുമല്ല. അർജന്റീനയുടെ പ്രസിഡന്റ് ഇസ്രായേൽ അനുകൂലിയാണെന്ന് കരുതി ആ രാജ്യത്തെ ജനങ്ങളെയും ഫുട്ബോൾ ടീമിനെയും എങ്ങനെ അത്തരത്തിൽ വിലയിരുത്താൻ പറ്റും? ഫുട്ബോളിനെ കളിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്, അതല്ലാതെ ഏതെങ്കിലും ഭരണാധികാരിയുടെ നിലപാടിനെ അനുസരിച്ച് വിലയിരുത്തുന്നത് ശരിയല്ല. അർജന്റീന ടീമിനെ ഇസ്രായേൽ അനുകൂലികളാക്കുന്ന തരത്തിൽ ബോധപൂർവമായ ക്യാമ്പയിനുകളാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും തുടക്കം മുതൽ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗം തന്നെയാണ് യമാലിനെ അയാൾ അർഹിക്കാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനും ശ്രമിച്ചിരിക്കുന്നത്. ഇത്തരക്കാർ ഇസ്രായേലിനൊപ്പം ചേർന്ന 10,000-ങ്ങളെ കൊന്നൊടുക്കിയ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് പോലും നോക്കാതെ ലോകകപ്പ് വേദിയിൽ അപമാനിച്ചുവിട്ട അർജന്റീനിയൻ താരത്തിന്റെ പ്രവൃത്തി കണ്ടില്ല എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. യമാൽ ഭാവിയുടെ വാഗ്ദാനമാകാം, ആകാതിരിക്കാം. എന്നാൽ അതിന് മറ്റൊരു പ്രതിച്ഛായ നൽകി ആവശ്യമില്ലാത്ത ബൂസ്റ്റ് നൽകുന്നതും മെസ്സിയോട് താരതമ്യം ചെയ്യുന്നതും ആര് തന്നെയായാലും അത് ശരിയായ രീതിയല്ല. മലയാളത്തിലെ ചില മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും നെറുകെട്ട ഇത്തരം പ്രചരണങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ഇവർ വ്യാപകമായി അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ ഇസ്രായേൽ പക്ഷപാതികളായി ചിത്രീകരിച്ച് പ്രചരണം നടത്തിയിട്ടും ഫുട്ബോളിന്റെ ഈറ്റിലമായ മലപ്പുറം ജില്ലയിൽ പോലും ബഹുഭൂരിപക്ഷവും ഇത്തവണയും നെഞ്ചിലേറ്റിയത് ലയണൽ മെസ്സിയെ തന്നെയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകകപ്പിലെ സ്പെയിൻ താരം യമാലിന്റെ ആകെ സമ്പാദ്യം ഒരേ ഒരു ഗോൾ മാത്രമാണ്, അതും സൗദി അറേബ്യക്കെതിരെ ആയിരുന്നു. ഒരു അസിസ്റ്റ് നൽകാൻ പോലും യമാലിന് കഴിഞ്ഞിട്ടുമില്ല. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ടീം നിറം മങ്ങിയെന്ന് പറയുന്നവർ യമാലിന്റെ പ്രകടനവും വിലയിരുത്തണം. ഫൈനൽ മത്സരത്തിൽ ഏറ്റവും അധികം തിളങ്ങിയ താരം അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഒരു ടീമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വിജയിക്കുന്നതിൽ സ്പെയിനാണ് ഫൈനലിൽ വിജയിച്ചത്. അർജന്റീനക്ക് എവിടെയാണ് പിഴച്ചത് എന്നത് അവരുടെ കോച്ചിന്റെ കണ്ണുനീരിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയുമില്ല. അത് ഫിഫയുടെ നെറുകേടിനെ കുറിച്ച് തന്നെയാണ്. ലോകകപ്പിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ 2 തവണ സ്വന്തമാക്കിയ താരമാണ് ലയണൽ മെസ്സി. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ 2 തവണ ഈ കപ്പ് വാങ്ങിയ ഏക താരവും മെസ്സി തന്നെയാണ്. തീർച്ചയായും ഇത്തവണയും ആ ഗോൾഡൻ ബോളിന് അർഹൻ മെസ്സി തന്നെയായിരുന്നു എന്നത് ഈ ലോകകപ്പ് വീക്ഷിച്ച ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഫിഫ മനഃപൂർവ്വം അത് മെസ്സിക്ക് നൽകാതെ സ്പെയിൻ താരം റോഡ്രിക്കാണ് നൽകിയിരിക്കുന്നത്. ടൂർണമെന്റിലെ ആകെ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വ്യക്തിഗത മികവിന് നൽകുന്ന ഗോൾഡൻ ബോൾ ഈ ടൂർണമെന്റിൽ അർജന്റീനയെ ഫൈനലിൽ എത്തിച്ചതിന്റെ വ്യക്തിഗത മികവ് മുൻനിർത്തി മെസ്സിക്കായിരുന്നു അവകാശപ്പെട്ടത്. സ്പെയിൻ ഫൈനലിൽ എത്തിയതും കപ്പടിച്ചതും റോഡ്രിഗിന്റെ മാത്രം കഴിവുകൊണ്ടോ പ്രത്യേക ഇടപെടൽ കൊണ്ടോ അല്ല എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി ആയിരുന്നു എന്നതിന്റെ ഉത്തരം തേടുമ്പോഴാണ് അണിയറയിൽ നടന്ന ഗൂഢാലോചനയും പുറത്തുവരാൻ പോകുന്നത്. ഫിഫ ബോയ് എന്ന മെസ്സിക്കെതിരായ പ്രചരണം തന്നെ ഗോൾഡൻ ബോളിൽ മെസ്സി ഹാട്രിക് നേടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രചരണമാണ് ഫിഫയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തവണ ഫിഫയുടെ ഗോൾഡൻ ബൂട്ടോ ലോകകപ്പോ നേടിയില്ല എന്ന് കരുതി
ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ താരപ്പകിട്ടിന് ഒരിടവും സംഭവിക്കുകയില്ല. 39-ാം വയസ്സിലും ഫുട്ബോൾ രാജാവായി നിന്ന് ഇങ്ങനെ നമ്മളെ ത്രസിപ്പിക്കാൻ മറ്റാർക്ക് കഴിയുമെന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്.